ഹായ് അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല അടിപൊളി ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂരമീൻ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇല്ലാത്ത ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ 2 കപ്പ് അരി, അതേപോലെ തന്നെ 1/2 കിലോ മീനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ മീനൊക്കെ കഴുകി ഞാനൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നുള്ളു മതി കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണ പോലെ അത്ര ചേർക്കേണ്ട ആവശ്യമില്ല. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് മതി കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ കുത്തൽ വരും നമ്മളെ മസാലയ്ക്ക്. അങ്ങനെ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഒരു ചെറുനാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങൻ്റെ നീര് തന്നെ ചേർക്കണം കേട്ടോ. ചെറുനാരങ്ങൻ്റെ നീര് ചിക്കൻക്കും ബീഫുക്കും അതേപോലെ തന്നെ ഇതേപോലെ ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഫിഷുക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ഫുഡിനും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ചെറുനാരങ്ങൻ്റെ നീര്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ മസാല തേച്ചിയാണ് ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടോ. അത് ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം വെക്കണമെങ്കിൽ കൂടുതൽ സമയം വെക്കട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ മസാലയൊക്കെ നല്ലോണം മീനിൽ പിടിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ നമ്മളെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ മീൻ കഷ്ണങ്ങളൊക്കെ അതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഭാഗം ആയി വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. പുറം ഭാഗവും ഉള്ളുഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ നമ്മൾ ലാസ്റ്റ് ദം ചെയ്തെടുക്കും. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 ഭാഗവും അതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഫിഷ് ബിരിയാണിയൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കും. നമ്മളിപ്പോൾ കാറ്ററിങ്ങിനൊക്കെ പുറത്തേക്കൊക്കെ ഫിഷ് ബിരിയാണിയൊക്കെ കൊടുക്കുമ്പോഴേ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കൽ. ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു റെസിപ്പിയാണിത്. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഫിഷ് ബിരിയാണി. അപ്പോൾ നമ്മളെ മീൻ 2 ഭാഗം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മീൻ 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരേണ്ടത്. നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫിഷ് ഒരു ഹാർഡായിട്ടേക്കാരം. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൊരിയണ്ട. എന്നാൽ 2 വശവും നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ചാണല്ലോ നമ്മൾ മസാല എടുക്കുക. അതേപോലെ 1/2 കിലോ മീനുമാണ്. അപ്പോൾ ഞാൻ 2 സവാളയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരുന്നത്. ആ ഒരു 2 സവാള അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി സവാള നല്ലോണം ഒന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് പിന്നെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഫിഷ് ബിരിയാണിക്ക് അങ്ങനെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ, കുറേശ്ശേ ചേർക്കുള്ളൂ. അതേപോലെ തന്നെ എരിവിന് ഇപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് കറിവേപ്പിൻ്റെലയും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ തക്കാളി നല്ലോണം ഒന്ന് വഴന്ന് വരണം. തക്കാളി ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലയ്ക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 1/2 കിലോ മീനാണ് എടുക്കണമെന്നുണ്ടെങ്കിലും തക്കാളി വലിയ 2 തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ടേന്. തക്കാളിൻ്റെ ആ ഒരു ചെറിയ പുളിയും അതേപോലെ ചെറിയൊരു മധുരവും ഒക്കെ കൂടെ നമ്മൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തതാ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സവാള ആണെങ്കിലും തക്കാളി ആണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം വഴന്ന് വരണം എണ്ണയിൽ കടന്നിട്ട്. അപ്പോഴാണ് നമ്മളെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാലയ്ക്ക്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഫിഷ് മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഫിഷ് മസാല ഇല്ലേനി, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ 1/4 ടീസ്പൂണ് നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളായിട്ട് ഇത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് തൈരാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് നല്ല കട്ടിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള തൈര് നാടൻ തൈരാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കേട്ടോ. അപ്പോൾ അത് കട്ടി കുറച്ച് കുറവാണ്, പക്ഷേ പുളി നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ മസാലയിൽ ഉപ്പും മുളകും എരിവൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കൂടുതലുണ്ടോ അല്ലെങ്കിൽ ഉപ്പ് കുറവാണെന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടേനി, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടേനും, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലോണം വഴറ്റിയെടുക്കണം, എന്നാലുള്ളൂ മസാലയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലോണം വഴറ്റിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ, ഇനി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മീനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മീനൊന്നും പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടുപ്പത്ത് തന്നെ വെക്കാം കേട്ടോ, ഈ ഒരു മീനിൽ മസാലയൊക്കെ നല്ലോണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ടാണ് ഇത് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതാ ഏലക്കായ, കറാമ്പൂ, പട്ട അതൊക്കെ കുറച്ച് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 കപ്പ് അരിയുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ അരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിന് അനുസരിച്ചിട്ട് ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ബിരിയാണി 4 പേർക്ക് ഉഷാറായിട്ട് കഴിക്കാം കേട്ടോ. വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. ആ ഒരു അളവിനാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി അരിഞ്ഞ് ചേർത്തിന് കേട്ടോ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതൊന്ന് കളറ് മാറി വന്നപ്പം അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കരിയണയിലടക്കം നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്കിത് പിന്നെ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടേന് അതേക്ക് ചേർത്ത് കൊടുത്തിട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് അരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെള്ളം ചോർത്തിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറേ നേരിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ എന്താ പറയുക, ബിരിയാണീൻ്റെ അരി കുഴഞ്ഞു പോവില്ല, വല്ലാതെ അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവില്ല. പിന്നെ ഇതിലേക്കുള്ള വെള്ളം ഞാൻ കറണ്ടടുപ്പുമ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ആ ഒരു തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചില ആൾക്കാർ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടൂല കേട്ടോ. നമ്മളിവിടെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വേവണം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ചേർത്ത് കൊടുത്തത്. 4 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ഏലക്കായും പിന്നെ കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ അരിയിലുള്ള വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തീ നല്ലോണം കത്തുമ്പോഴേ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും കേട്ടോ. അപ്പം അരിൻ്റെ ഉൾവശം ഒന്നും ശരിക്കും വെന്ത് കിട്ടൂല. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തു. പിന്നെ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടേനും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ പാകത്തെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു ഇപ്പോൾ. എന്നിട്ട് അതിന് കുറച്ച് റൈസ് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ബിരിയാണിക്ക് ദമ്മ് നല്ലോണം കയറുക. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ നമ്മളെ ഫിഷിൻ്റെ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ കുറഞ്ഞൊരളവിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലെയർ ചേർത്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. മസാല അതേപോലെ ഒരു ലെയറായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്നും ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തിട്ട് നമ്മൾ ചോറ് ചൂടാറിനയിൽ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ. ഇനി ആ ഒരു ചൂടുള്ള ചോറ് അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക, എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം തന്നെ നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ, നല്ലോണം ചൂട് നിലനിൽക്കും ചെയ്യും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അത് ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ചോറൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തു, എന്നിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സവാളൊക്കെ ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുത്തു. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ബൗളിൽ ഞാൻ കലക്കി വെച്ചിന് കേട്ടോ, അത് ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ എനിക്ക് ബിരിയാണിക്ക് ഒരു മഞ്ഞ കളർ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഒരു മഞ്ഞ കളർ ഇങ്ങനെ കാണുന്നത് ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ, അപ്പോൾ അതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വെച്ചിട്ടുണ്ടേന്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയത്. അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ഇതാ ദമ്മൊക്കെ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിതൊന്നൊരു 2-3 പീസ് മീൻ കഷ്ണങ്ങളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമുക്കിത് ലാസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു പിന്നെ ബിരിയാണീൻ്റെ മേലെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഒക്കെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പം ഇത് എന്ത് ബിരിയാണിയാണെന്ന് അറിയണ്ട, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഏതായാലും മുങ്ങി തപ്പി 2-3-4 കഷ്ണം മീൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ മുള്ളില്ലാത്ത ഏതെങ്കിലും മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റാർ ആവാം. വീട്ടിലത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ ചിക്കനും ബീഫൊക്കെ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. മീൻ അധികം ആൾക്കാരും കഴിക്കണതല്ലേ, കഴിക്കാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും അധികം ആൾക്കാരും കഴിക്കുന്നതാണ് മീൻ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മീൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ട് കേട്ടോ, ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, ഇനി പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ഇതാ കുറച്ച് ചൂടോട് കൂടിയിട്ട് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പുറത്തേക്കും ഫിഷ് ബിരിയാണി കൊടുക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കൽ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നല്ലോ, അന്ന് ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിന് കേട്ടോ, ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫിഷ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.